എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ചിറ്റപ്പൻ മന്ത്രിയുടെ ആത്മകഥയെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ റഫ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കാം. ഒരു ആത്മകഥ എഴുതി അത് DC ബുക്സ് അത് പ്രസിദ്ധീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അതിൻ്റെ ഭാഗങ്ങളൊക്കെ മറ്റ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അന്നേരം നമ്മുടെ ചിറ്റപ്പൻ മന്ത്രി പറയുന്നത്, ഇത് എൻ്റെ ആത്മകഥയല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല, ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ല, ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞാൻ എഴുതാത്ത എൻ്റെ ആത്മകഥയാണ് ഇവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ചിറ്റപ്പൻ ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ആത്മകഥയുടെ അംശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം DC ബുക്കുകാരൻ മറ്റേ വല്ല പ്രത്യേക കഴിവ് ഉപയോഗിച്ച് ഇതെല്ലാം സ്വാംശീകരിച്ച് അദ്ദേഹം ഒരാളിനെ വെച്ച് എഴുതിയാണോ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്? രാഷ്ട്രീയക്കാരുടെ ഈ വീണടത് കടന്ന് ഉരുളലും മലക്കം മറിയലുകളും ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതുപോലൊരു ഉളുപ്പില്ലാത്ത ന്യായീകരണം ഈ കേരളക്കര കണ്ടിട്ടില്ല. ആത്മകഥ എന്നുള്ള ഒരു ഈ സാഹിത്യ ശാഖയെ തന്നെ അവഹേളിക്കുന്ന നികൃഷ്ടവും നീചവുമായ ഒരു മറുപടിയാണ് നമ്മുടെ ചിറ്റപ്പൻ മന്ത്രികളിൽ നിന്ന് ഉണ്ടായത്. ഒരു കാര്യം എഴുതിയാൽ അത് ഒരു എന്തോ ഒരു പഴമയുണ്ട്, അവനവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? ആ അവസ്ഥയാണ് ഇത്. സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വച്ചിട്ട് അത് സമ്മതിക്കാനുള്ള ഒരു സാമാന്യ തൊലിക്കെട്ടി പോലും ഇല്ലാത്ത ഒരാളാണ് ഈ ചിറ്റപ്പനും അല്ലെങ്കിൽ ഈ വർഗം മൊത്തം എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പാർട്ടിയെപ്പറ്റി ഇങ്ങനൊന്നും ഞാൻ എഴുതിയിട്ടില്ല, ഇത് എഴുതിയത് ഞാനല്ല, എൻ്റെ എഴുത്ത് ഇങ്ങനെയല്ല എന്നാണ് ഇപ്പം ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്നലെ വരെ ഈ പാലക്കാട് സ്ഥാനാർത്ഥി സരിനെ കുറിച്ച് സരിൻ ഭയങ്കര മോശക്കാരനാണെന്നും പറഞ്ഞ് പ്രസംഗിച്ച ആൾ, ഈ പുസ്തകത്തിൽ എഴുതി വെച്ച ആൾ, ഇന്നലെ ഇപ്പോൾ പാർട്ടി കെട്ടിവലിച്ച് പാലക്കാട്ട് കൊണ്ടുപോയി പ്രസംഗിച്ചപ്പോഴത്തേക്കും പറയുന്നത് ഏതോ ഒരു വടക്കൻപാട്ടിലെ സിനിമാ പാട്ടുണ്ടല്ലോ, ഈ വക ആണുങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന പാട്ടുണ്ട് എന്ന് പറഞ്ഞ കണക്കാണ് പുള്ളി പറയുന്നത്. സലിനെ കണക്ക് നല്ലൊരു ആൾ കേരളത്തിലുണ്ടോ? ഇത്രയും മഹത്തായ ഒരു മഹാനായ ആൾ കേരളത്തിലുണ്ടോ? ജനസേവകനായ ഒരു വ്യക്തി കേരളത്തിലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഛർദ്ദിച്ചത് വാരി തിന്നുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു കാർട്ടൂൺ വരച്ചത്. ഈ ചിറ്റപ്പൻ മന്ത്രിയുടെ ഈ തലകുത്തി മറിച്ച് പറഞ്ഞതിൽ നിന്ന് മാറി തലകുത്തി മറിഞ്ഞ് എങ്ങനെ തടി രക്ഷിക്കാനും ജീവിതം രക്ഷപ്പെടുത്താനുമായിട്ടുള്ള മ്ലേച്ഛമായ അഭിപ്രായഗതികളാണ് നമ്മളിതിനകത്ത് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വൈദേകം റിസോർട്ടിൻ്റെ കാര്യം നമുക്കറിയാം. കണക്കിൽപ്പെടാത്ത പണം കൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം അവഗണിച്ച് ഈ കുന്നിടിച്ച് നിരത്തി സ്ഥാപിച്ച വൈദേകം റിസോർട്ടിനെ പറ്റി വിവാദം ഉണ്ടായപ്പോൾ അത് രാഖി രാമായണം BJP നേതാക്കൾക്ക് മറച്ചു വിറ്റ് അദ്ദേഹം സ്വന്തം തടി രക്ഷിച്ചു. അതാണ് ഇപ്പോൾ പരിപ്പ് വടയും കട്ടൻ ചായ എന്നുള്ള ഒരു പുസ്തകം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത മലയാളക്കരയെ നാണം കെടുത്താനായിട്ട്. അപ്പോൾ ഈ ഒരു ഇപ്പം പിണറായി മന്ത്രിസഭയൊക്കെ അങ്ങേറ്റം അവഹേളിച്ചിട്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊന്നും ഞാൻ എഴുതിയല്ല എന്ന്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഈ കാണാഹോളിൻ്റെ മുന്നിൽ പോയി അടുത്ത പുസ്തകം എഴുതാനായിട്ട് ഇരിക്കുകയാണ്. ഈ എഴുതിയ പുസ്തകമൊക്കെ പോയി നിഷേധിച്ചിട്ടുണ്ട്.
കട്ടപ്പൻ ഇദ്ദേഹത്തിനോട് എന്തോ പറയുകയാണ്, നമ്മുടെ കാരണഭൂതിനോട് എന്തോ പറയുകയാണ്. കാരണഭൂതൻ ഏതാണ്ട് അവതാര പുരുഷനെന്നൊക്കെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് പുസ്തകത്തിൽ ഈ ഭരണം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത്.